ജൂലൈ 13 തിരുസഭ മാതാവ് റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. നിങ്ങൾ അറിയണം റോസ മിസ്റ്റിക്ക എന്ന അത്ഭുതത്തെക്കുറിച്ച്. സാത്താൻ്റെ മുൻപിൽ കൊടിക്കൂറകളേന്തുന്ന സൈന്യനിര പോലെ പിശാചിനെതിരെ സ്വർഗീയ സൈന്യത്തെ നയിക്കുന്ന സ്വർഗീയ രാജ്ഞിയാണിവൾ. അശുദ്ധിക്കെതിരെ വിശുദ്ധിയുടെ കുടവിരിച്ച് തൻ്റെ മക്കളെ മാറോട് ചേർക്കുന്നവളാണിവൾ. പാപത്തെ ജയിക്കാൻ പരിശുദ്ധി വിരിച്ച് വിജയം വരിച്ചവളാണിവൾ. അതുകൊണ്ട് അഭിമാനത്തോടെ നമുക്ക് പറയാം, നമ്മൾ ഈ അമ്മയുടെ കുഞ്ഞുങ്ങളാണെന്ന്. 1947 മുതൽ 1976 വരെയുള്ള വർഷങ്ങളിൽ വടക്കേ ഇറ്റലിയിലെ പ്രകാശപൂർണമായ മല എന്നർത്ഥം വരുന്ന മോണ്ടിക്കിരിയാരി എന്ന സ്ഥലത്ത് പിയറിന എന്ന നേഴ്സിന് പരിശുദ്ധ കന്യക നൽകിയ ദർശനം. റോസ് മിസ്റ്റിക്ക എന്നാൽ എന്ത് എന്നതിലേക്ക് സൂചനയും നൽകി. അമ്മ പറഞ്ഞു, ഞാൻ യേശുവിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ അമ്മയാണ്, അതായത് സഭയുടെ അമ്മയാണ്. 1947 മെയ് 13 അമ്മ അവൾക്ക് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. വയലറ്റ് ഉടുപ്പും വെളുത്ത ശിരോവസ്ത്രവും അണിഞ്ഞ് സുന്ദരിയായ ഒരു സ്ത്രീയായിട്ടാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അമ്മ ഏറെ ദുഃഖിതയായിരുന്നു. കണ്ണുകളിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ ഇറ്റു വീണുകൊണ്ടിരുന്നു. അവളുടെ ഹൃദയത്തിൽ 3 വലിയ വാളുകൾ തുളച്ചു കയറിയിരുന്നു. അമ്മ പറഞ്ഞു, പ്രാർത്ഥന, ഉപവാസം, പരിത്യാഗ പ്രവർത്തികൾ. ഇത്രയും പറഞ്ഞ ശേഷം അമ്മ അപ്രത്യക്ഷയായി. 1947 ജൂൺ 17 അമ്മ 2ാം വട്ടവും പ്രത്യക്ഷപ്പെട്ടു. ഈ പ്രത്യക്ഷപ്പെടലിൽ ഹൃദയത്തിൽ 3 വാളുകൾക്ക് പകരം 3 റോസാപ്പൂക്കളുണ്ടായിരുന്നു. വെള്ള, ചുവപ്പ്, സുവർണം. ഞാൻ യേശുവിൻ്റെ അമ്മയാണ് എന്ന് മാതാവ് സ്വയം വെളിപ്പെടുത്തി. ലോകമെമ്പാടുമുള്ള വൈദികർക്കും സന്യാസികൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നും അതിനുവേണ്ടി മരിയ ഭക്തിയുടെ പുതിയ രൂപം ആരംഭിക്കണമെന്നും അറിയിക്കാനാണ് ദൈവം എന്നെ അയച്ചത്. എല്ലാ മാസവും 13-ാം തീയതി എൻ്റെ ദിനമായി കൊണ്ടാടുക. ജൂലൈ 13 റോസ മിസ്റ്റിക് ദിനമായി ആചരിക്കണമെന്നും അമ്മ ആവശ്യപ്പെട്ടു. അമ്മയുടെ ഹൃദയത്തിലെ 3 റോസാപ്പൂക്കളുടെയും 3 വാളുകളുടെയും അർത്ഥവും അമ്മ തന്നെ പറഞ്ഞുകൊടുത്തു. 1-ാമത്തെ വാൾ ദൈവവിളികൾ നഷ്ടപ്പെടുത്തുന്ന വൈദികരെ സൂചിപ്പിക്കുന്നു. 2-ാമത്തെ വാൾ മാരക പാപത്തിൽ ജീവിക്കുന്ന സന്യാസികളെയും. 3-ാമത്തെ വാൾ യൂദാസിനെ പോലെ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന വൈദികരെയും സൂചിപ്പിക്കുന്നു. വെളുത്ത റോസാപ്പൂവ് പ്രാർത്ഥനയെയും, ചുവന്ന റോസാപ്പൂവ് പാപപരിഹാരത്തെയും, സുവർണ റോസ ഉപവാസത്തെയും സൂചിപ്പിക്കുന്നു. ഡിസംബർ 8-ാം തീയതി മന്ദസ്മിതം തൂകി പ്രത്യക്ഷയായ അമ്മ പറഞ്ഞു, ഞാൻ അമലോത്ഭവയാകുന്നു. ഞാൻ പ്രസാദവരത്തിൻ്റെ മേരിയാണ്, വരപ്രസാദ പൂർണ്ണയാണ്. എൻ്റെ ദിവ്യപുത്രൻ ഈശോ മിശിഹായുടെ മാതാവാണ്. റോസ മിസ്റ്റിക്ക മാതാവേ, അമലോത്ഭവയെ, ഈശോയുടെ അമ്മേ, പ്രസാദവരനാഥേ, തിരുസഭയുടെ മാതാവേ, ഞങ്ങൾ പൂർണ്ണമായും അമ്മയുടേതാകുന്നു. ഞങ്ങളെ അമ്മയുടെ നീല അങ്കിക്കുള്ളിൽ പൊതിഞ്ഞു കാത്തുകൊള്ളണമേ. ആമേൻ.